ദേ ഇത് കണ്ട ഈ റോഡാണ് പാലപ്പള്ളി പുഷ്പഗിരി റോഡ് അഥവാ പുഷ്പഗിരി പാലപ്പള്ളി റോഡ്. സംഭവം റോഡ് കിടുവായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇങ്ങനെയൊരു റോഡ് ഇതിലൂടെയുള്ളൊരു യാത്ര ഇനി ഹോ എന്ന് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ഈ റോട്ടിൽ ഇതണ്ട കുറേ ചേട്ടന്മാർ അവിടെ നിൽക്കണണ്ട. അവരെന്താ പരിപാടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്. ഒരു കാലത്ത് തുടങ്ങിയ പരിപാടിന് ഒരു ഹിറ്റാച്ചി ഉണ്ട്, തൂമ്പയും സാധനങ്ങളൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഗിരി പാലപ്പള്ളി റോഡിൻ്റെ ആരംഭം ഈ പുഷ്പഗിരി ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പിറകിൽ കുറേ നാട്ടുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു JCB വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് നന്നാവാൻ വേണ്ടിയിട്ട് നാട്ടുകാർ സമരം നടത്തി. പലതരത്തിലുള്ള സമരങ്ങൾ ഈ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പല സ്ഥലങ്ങളായിട്ട് കണ്ടു. പലതരത്തിലുള്ള ടൈപ്പിലുള്ള സമരം ചെയ്ത് അധികാരികൾക്ക് യാതൊരു പ്രശ്നമുണ്ടായി കഴിഞ്ഞപ്പോൾ അധികാരികൾക്ക് യാതൊരു നാണം വന്നില്ല, നാട്ടുകാർക്ക് നാണം വന്നു. ഇവരിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ജനപ്രതിനിധിനും കുറ്റം പറയാൻ ഉദ്ദേശിക്കണില്ല. ഇവർ തന്നെ കാശ് കുറച്ച് പിരിവൊക്കെ ഇട്ട് ഒരു ഹിറ്റാച്ചൊക്കെ വിളിച്ച് അത്യാവശ്യം ഇതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ തട്ടി ഈ റോഡിലെ പ്രധാന കുഴികൾ അടച്ചുകൊണ്ട് ഒരു വലിയ വികസനം ഈ കേരളത്തിൽ ഇങ്ങനെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഉണ്ടാകുമെന്ന് അറിയില്ല. അതായത് നാട്ടുകാർ തന്നെ പൈസ പിരിവിട്ട് റോഡ് നന്നാക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു പുതിയ പ്രക്രിയ കേരളത്തിന് സമ്മാനിക്കുകയാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഗിരി റോഡിലുള്ള കുടുംബാംഗങ്ങൾ. ഇതൊരു മാതൃകയാണ്. നമ്മൾ ഭരണകൂടം തന്നെ നോക്കിക്കണ്ട, കാരണം ഭരണകൂടത്തിന് ഒരിക്കലും നാണം വരില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ റോഡ് എന്ന് പറയുന്നത് ഒരു ലിങ്ക് റോഡാണ്, ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ്. 2016 മുതൽ ഇതുപോലെ വെട്ടിപ്പൊളിഞ്ഞ മാതിരി കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. അപ്പോൾ നാട്ടുകാരിപ്പോൾ ഇടപെട്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം. റോഡിൻ്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ തന്നെ പരിഹരിക്കണം എന്നുള്ള രീതിയിലൊരു ഇടപെടൽ നടത്തുന്നത് ആദ്യമായിട്ടാണ്. എന്താണ് ഇതൊരു സമരമാണോ? ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? ഇത് സമരമല്ല, നമ്മൾ സമരങ്ങൾ ഒരുപാട് ചെയ്തു നോക്കി. ഇപ്പം നമ്മൾ പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. PMGSയുടെ കസ്റ്റഡിയിലാണ് ഈ റോഡുള്ളത്. അദ്ദേഹമായിട്ട് നിരന്തരം ഞങ്ങൾ സംസാരിച്ചു. ഒരു 6-7 മാസമായിട്ട് അദ്ദേഹം നമ്മളോട് ഡിപ്പ ശരിയാക്കാം, അത് നമ്മൾ ചീഫ് എഞ്ചിനീയർക്ക് അയച്ചിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളോട് പലപ്പോഴും ഇതിങ്ങനെ നീട്ടി പോകുന്നതല്ലാണ്ട് ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ നടക്കുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും വലിയൊരു ആവശ്യങ്ങളൊന്നാണ് റോഡ് എന്നുള്ളത്. ഗതാഗത സൗകര്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ പാലപ്പള്ളി പുഷ്പഗിരി റോഡിൻ്റെ ഈ അവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2016 ഈ റോഡ് പണി ആരംഭിച്ചാണ്. 17 മുതൽ ഈ റോഡ് ഇതേമാതിരി നശിച്ചു കിടക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നല്ല രീതിയിൽ നടക്കണം. അതുപോലെ തന്നെ ഈ റോഡിലൂടെ ഒരു ലിങ്ക് റോഡാണിത്. ഇതിലൂടെ ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. പാലപ്പള്ളി, പുഷ്പഗിരി, ആടിച്ചില്ലി, മധുരമറ്റം, അങ്ങനെ പൂലാനി, കുന്നപ്പള്ളി, അങ്ങോട്ടേക്കാണെങ്കിൽ കൊരട്ടി, എറണാകുളം ഭാഗത്തേക്കുള്ള വണ്ടികൾ, ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി ഭാഗത്തേക്കുള്ള ടൂറിസ്റ്റുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വലിയൊരു ലിങ്ക് റോഡാണ്. ഈ റോഡിന് ഇതേമാതിരി ഒരു അവസ്ഥ, ഇതേമാതിരി ഒരു അവഗണന ഇത് ജനപ്രതിനിധികൾ നമ്മളെല്ലാവരും അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ജനപ്രതിനിധികളെ ഞങ്ങൾ കുറ്റം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ തന്നെ സ്വയം ഈ റോഡ് ഏറ്റെടുക്കുകയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഈ റോഡ് ഏറ്റെടുക്കാനില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങളുടെയാണ് ഈ റോഡ്, ഞങ്ങൾ വിട്ടുകൊടുത്താണ്, ഞങ്ങളുടെ കാരണന്മാരൊക്കെ വിട്ടുകൊടുത്താണ് ഈ റോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ചെറിയ പൈസകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ വലിയ കുഴികളൊക്കെ ഒന്ന് അടച്ച് സൈഡിൽ നിന്നൊക്കെ മണ്ണ് വെട്ടിയിട്ട് പുല്ലൊക്കെ വെട്ടി ഞങ്ങൾ ഈ റോഡ് നന്നാക്കാനാണ് തീരുമാനിച്ചത്. ഇനി ആരും ഞങ്ങൾ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ള സമരപരമ്പരകളിലേക്ക് പോയിട്ട് കാര്യം ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് ഇതിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ റോഡിൻ്റെ നിരന്തരമായ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആരും തന്നെ ഇതിനെ മുൻകൈ എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾ തന്നെ നന്നാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഈ റോഡിൻ്റെ പണികൾ ഇപ്പോൾ ഹിറ്റാച്ച് വിളിച്ചിട്ടുണ്ട്. അതിന് വാടക ഞങ്ങൾ പിരിവിട്ട് കൊടുക്കും. ഈ റോഡിൻ്റെ മറ്റു പണികളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യാനാണ് തയ്യാറായിട്ടും. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ചെയ്തു. ഈ റോഡ് ചെയ്തു വരുമ്പോൾ കാണാൻ നിങ്ങൾക്കറിയാം, ഈ റോഡിൽ നോക്കിയാൽ അറിയാം 8 മീറ്റർ റോഡ് വീതിയുള്ള റോഡാണിത്. എത്ര ഇപ്പം ഈ നശിച്ചു കിടക്കുന്ന ഈ റോഡായതുകൊണ്ട് നമുക്ക് ഒരു 2 വണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ നോക്കുക, ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നോക്കുക, നല്ല രീതിയിൽ റോഡ് ഇങ്ങനെ റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ ഞങ്ങളിത് റോഡ് ഭംഗിയാക്കാൻ തന്നെ തീരുമാനിച്ചേക്കണം. 2016 തൊട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നതാണ്. ഞങ്ങൾ ബന്ധപ്പെടാത്ത മേഖലകൾ ഒന്നും തന്നെയില്ല. പഞ്ചായത്ത് അധികൃതരായിട്ടും അവിടെ MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങി മാസങ്ങളോളം ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നിട്ട് ഇതുവരെ ഇതിന് ഒരു രീതിയിലുള്ള ഒരു ഇതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു രീതിയിലുള്ള അനുകൂലമായ നിലപാടുണ്ടാവുകയും റോഡ് റിപ്പയർ ചെയ്യാനായിട്ട് ഈവൻ ഒരു കോറി വേസ്റ്റ് അടിക്കാൻ പോലും ഞങ്ങൾ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത്തരം ശോചനീയമായ റോഡ് ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ പല ഭാഗങ്ങളിലും കാണുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അവഗണന, ഈ റോഡിനെ അവഗണിച്ചതെന്നാണ് നമുക്ക്
ഒരു വിധത്തിലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കി ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു തുക സമാഹരിച്ച് ഈ റോഡിൻ്റെ പ്രധാനപ്പെട്ട കുഴികളെ അടച്ച് ഞങ്ങളുടെ മക്കൾക്കും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങളിൽ പോകുന്നുണ്ട്, അതുപോലെ യാത്രക്കാർ ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കൾക്കൊക്കെ പോകാനും ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാനും ജോലിക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ബുദ്ധിമുട്ടാണ് ഞങ്ങളും സ്വന്തം പ്രയത്നിച്ചും ഒപ്പം ഒരു ചെറിയ ഇറ്റാച്ച് കിട്ടി അതിൻ്റെ തുക ഞങ്ങൾ തന്നെ സ്വരൂപിച്ച് കൊടുത്തും ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്.